ഇന്നതാ നമ്മുടെ തേജപ്പന് വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അംഗൻവാടിയിൽ നിന്ന് ഹെൽത്ത് ബേബിനെ തെരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ അംഗൻവാടിയിൽ നിന്നും 2 പേരെ തെരഞ്ഞെടുത്തിട്ട് അവരെയാണ് കോമ്പറ്റീഷന് വേണ്ടി വിടുന്നത്. അങ്ങനെ തേജപ്പന്റെ അംഗൻവാടിയിൽ നിന്ന് തേജപ്പന് വേറൊരു കുട്ടിയും കൂടിയാണ് കേട്ടോ തെരഞ്ഞെടുത്തത്. പരിപാടിയൊക്കെ നടക്കുന്നത് ആമ്പല്ലൂരുള്ള ഒരു അംഗൻവാടിയിലാണ്. ഒരുപാട് അംഗൻവാടിയിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും വേഗം റെഡി ആയിട്ടുണ്ട്. തേജപ്പൻ നല്ല ഉറക്കാണ് കേട്ടോ. എന്തായാലും നമ്മൾ പുറത്തോട്ടൊക്കെ പോവല്ലേ. ഞാൻ പെരുകനൊക്കെ എഴുതിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് തെറ്റുപറ്റി. അവൻ വലുതായി, അവനിപ്പോ പെരുകന എഴുതുന്നൊന്നും ചേരുന്നില്ല കേട്ടോ. എന്തായാലും ഇന്ന് എഴുതിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എത്തിയ പാടേ തേജപ്പൻ പുറത്തോട്ടാണ് കേട്ടോ ഓടുന്നത്. അവൻ ഈ ആൾക്കാരെ കണ്ടിട്ട് അതിന്റെ ഇടയിൽ കിടന്ന് കളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ പുറത്തിരുന്നിട്ടാണ് കളിക്കുന്നത്. ഒരുപാട് പിള്ളേരുണ്ട്, നല്ല ബഹളാണ്. പക്ഷെ തേജപ്പൻ അവധിലോട്ടൊന്നും ഒരു ശ്രദ്ധയില്ല. പിന്നാലെ ഓടി ഇവന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് ഇതുപോലെ ഒരു കുട്ടിക്കുറുമ്പി എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അവളുടെ ഒരു വീഡിയോസും എടുത്തു. നല്ല സുന്ദരി കുട്ടിയാണല്ലേ. ഇപ്പോഴാണ് തേജപ്പൻ ഒന്ന് അകത്ത് കയറി കളിക്കുന്നത് കേട്ടോ. കാരണം പുറത്ത് ഭയങ്കര വെയിലേ. അകത്ത് കയറി പാടതായി കണ്ടില്ലേ, ഓരോരുത്തർ തേജപ്പന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷെ തേജപ്പന് അവരാരും വേണ്ട. കുടിക്കാൻ ഒരു ജ്യൂസ് കൊടുത്തപ്പോ അവന്റെ കുടി കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരെ മേടിച്ച് കുടിക്കാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ. തെറ്റിയ പാടെ ഡോക്ടറെ അടുത്ത് നിന്ന് ജ്യൂസ് മേടിച്ച് കുടിക്കാൻ നടക്കണ തേജപ്പനെ പൊക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ അമ്മായി. നമ്മൾ വന്ന സമയത്ത് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ തിരക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു വരവിന് ഹെൽത്തി ബേബി പട്ടം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമായി. വേറൊന്നുമല്ല, തേജപ്പന് ഒരുപാട് ആൾക്കാരെ ഒരുപാട് കുട്ടികളുടെ കൂടെ കളിക്കുന്നൊക്കെ ഒരു അവസരം കിട്ടിയില്ലേ, അതെന്നെ വലിയ കാര്യമല്ലേ. ഇന്ന് വല്ല കുറുമ്പിനുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ തേജപ്പന് കിട്ടും. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. ഇനിയിപ്പോ ഹെൽത്ത് ബേബിനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ ധാരണ ഒന്നും ഇല്ല കേട്ടോ. ആ പ്രായത്തിന്റെ വളർച്ചയിൽ വരുന്ന വെയിറ്റും ഹൈറ്റും അതുപോലെ തന്നെ നല്ല പോലെ റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ ബേബികള്, അതൊക്കെ അതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് തോന്നുന്നു കേട്ടോ. ഇതില് വിന്നർ ആവാന്ന് പറഞ്ഞാൽ അതിന് വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെടുക്കാൻ മടിച്ചിരുന്ന തേജപ്പൻ പൂവാറായപ്പോഴത്തേനും നമ്മൾ ടീച്ചറെ അടുത്തും ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് എന്തൊക്കെ അവന്റെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും 11 മണി 11:15 നമ്മൾ അവിടെ എത്തി. 1 മണി 1:15 ആയപ്പോഴത്തേനും തിരിച്ചു വരികയാണ് കേട്ടോ. തിരിച്ച് വീട്ടിലോട്ടല്ല, അടുത്തുള്ള വേറൊരു അംഗൻവാടിയിലേക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ തേജപ്പന്റെ ആധാർ കാർഡ് എടുക്കുന്ന പരിപാടി ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ തേജപ്പന്റെ ആധാർ കാർഡൊക്കെ എടുക്കുകയായിരുന്നു. അവിടെയുള്ള പിള്ളേരൊക്കെ ആയിട്ട് തേജപ്പൻ കുറെ നേരം കളിച്ചു കേട്ടോ. അവരുടെ കസേരയൊക്കെ അടിച്ചു മാറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നതാണ്. ഉണ്ണാൻ നിൽക്കാണ്ട് പാലൊക്കെ കുടിച്ച് ആശ നല്ല ഉറക്കത്തിലാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനൊന്നും മറക്കരുത്. നിങ്ങളുടെ കമന്റുകളൊക്കെ ചെയ്തോളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.